നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. പുതിയ സൗഹൃദങ്ങൾ മുഖേന ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷമായിരിക്കും 2025. ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും അതിനുവേണ്ടി യാത്രകൾ നടത്തുകയും തീർത്ഥയാത്രകൾ നടത്തേണ്ടി വരിക. പുണ്യസ്ഥലങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ജീവിതത്തിൽ തേടി വരിക തന്നെ ചെയ്യും. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ധനലാഭങ്ങൾ ഉണ്ടാകുന്നതിന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. സ്വന്തം പ്രയത്നഫലങ്ങൾ കൊണ്ട് മാത്രം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും ഒരുപാട് വാക്കുകൾ, മോശമായ വാക്കുകൾ കേൾക്കുകയും നിങ്ങളെ അപമാനിക്കുവാനും എല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങളുടെ നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും വേണ്ടി നിങ്ങൾ തന്നെ കഠിനാധ്വാനം ചെയ്യുക. മറ്റുള്ളവരുടെ കളിയാക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ അവർ അപമാനിക്കുന്നതിൽ നിന്നോ മാറി ചിന്തിച്ചാൽ മാത്രമേ ജീവിതത്തിലായാലും ശരി അല്ലെങ്കിൽ ബിസിനസ് രംഗത്തിലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വിജയം കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് കഴിയില്ല എന്ന് പറയുന്ന മേഖലയിലേക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് മാത്രം പഠനം ഉയർത്തുകയും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങളുടെ മുൻകോപം നിയന്ത്രിക്കുവാനും സാധിച്ചാൽ ജീവിതത്തിൽ ദുഃഖങ്ങൾ കുറയുകയും സന്തോഷം വർദ്ധിക്കുകയും ചെയ്യുന്നു. കൂടാതെ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റം, സംസാരം ഇതെല്ലാം കുറെ ബഹുമാനപൂർവമാകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധനം ചെലവാക്കുന്ന ഒരു വർഷമായിരിക്കും 2025. സാമ്പത്തിക വിഷയങ്ങളിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും ചിലവ് അതിനേക്കാളും കൂടുതൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുക തന്നെ ചെയ്യും. തൊഴിൽപരമായ അനുഭവങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ ഈശ്വരനാമ ജപത്തോടു കൂടി ഭഗവാനെ ആത്മാർത്ഥമായും പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോയാൽ അതിൽ വിജയവും അംഗീകാരവും നേട്ടവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഒരുപാട് യാത്രകൾ, തൊഴിൽപരമായ കാര്യങ്ങളിൽ ചെയ്യേണ്ടി വരും. സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ പെരുമാറ്റവും സംസാരവും മൂലം നിങ്ങൾക്ക് ഈ ഒരു വർഷത്തേക്ക് തന്നെ മാനസികപരമായിട്ടൊരു ദുഃഖമുണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി, നിങ്ങൾ സഹോദരനെ പോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ആ ഒരു വിഷമം നിങ്ങൾക്ക് തന്നെ താങ്ങാൻ പറ്റാതെ ഈ ഒരു വർഷക്കാലം മുഴുവനും ആ ഒരു ദുഃഖം അനുഭവിക്കുന്ന ഒരവസ്ഥ നമുക്ക് വരുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആരോഗ്യപരമായി ഇടയ്ക്കിടെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഹോസ്പിറ്റലിലോട്ട് കയറുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതും സൂക്ഷിക്കുക. പുതിയ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പ്ലാനിങ് കൃത്യമാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞൊരു ബിസിനസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങൾക്ക് ഈ ഒരു വർഷം പ്രണയ വിവാഹത്തിന് സാധ്യത കൂടുതലാണ്. അത് പ്രണയിക്കുന്നവർക്ക് വിവാഹം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. പ്രണയബന്ധങ്ങൾ നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ജീവിതത്തിലേക്ക് എത്തുവാനും ആ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും വേണ്ടി നിങ്ങൾ മുരുകസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകങ്ങൾ നടത്തുക, വഴിപാട് നടത്തുക, പുഷ്പാഞ്ജലികൾ നടത്തുക. നിങ്ങൾക്ക്
അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല, വളരെ ദൂരെയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പൂജ നടത്തുക, വഴിപാട് നടത്തുക, പുഷ്പാഞ്ജലികൾ നടത്തി മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ കുറയുകയും നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്കുണ്ടാകുന്ന ഈ തടസ്സങ്ങൾ മാറി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി 2025 മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.